അപ്പൊ എന്നാ നമുക്ക് കിട്ടിയ ഫൈനാണിട്ടത് 500 റുപ്യ. ഇത് എവിടെ സ്ഥലം അറിയോ? നമ്മൾ രാവിലെ രണ്ടാമത്തെ ട്രിപ്പിന് വെയിറ്റ് ചെയ്ത സ്ഥലമാണിത്, ആ ഫുട്പാത്ത്. സമയം 6 മണി. അപ്പോൾ RTO വന്നിട്ട് ഫോട്ടോ എടുത്ത് പോയതാണ്. 500 റുപ്യയുടെ ഫൈന്. ഇനി ഇതിന്റെ കുറച്ച് ബാക്കിലവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഇനി അവിടെ കിടന്നിട്ടാണെങ്കിൽ അങ്ങനെ 500 പോയി കിട്ടി. ഇന്നിപ്പോൾ നമ്മൾ കുറേ ഫൈനിന്റെ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു, അപ്പോൾ ഇതിന് കിട്ടി 500. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 10-ാം തീയതിയാണ്, നമ്മളെ ഹർത്താലൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്. അപ്പോൾ ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നെന്താ ഓട്ടം എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ 6:52 അതിൻ്റെ സമയം. നമ്മൾ ഈ സമയത്ത് ഇറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പം നമ്മൾ ഫുള്ള് 11 മണി 9 മണി 10 മണിയൊക്കെയാണ് ഇറങ്ങേണ്ട സമയം. അപ്പോൾ വേഗം ഊബർ ഓൺ ആക്കി വേണ്ട. ഈ സമയത്ത് എങ്ങനെ ഉണ്ട് ഇപ്പോൾ എന്ന് അറിയാലോ, കുറേ ദിവസമായി ഈ സമയത്ത് ഓടിയിട്ട്. അപ്പം നമുക്ക് ഊബർ ഓൺ ആകാം. ഊബറിൽ കൊടുക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കും. ആ ഒരു 49 മൈനസ് ഉണ്ട്, അത് ലാസ്റ്റ് ഓടിൻ്റെ തയ്ക്കരം. പിന്നെ റാപ്പിഡോ നമ്മൾ റീചാർജ് ചെയ്തിട്ട് പിന്നെ വേറെ കിട്ടിയിട്ടൊന്നുമില്ല. നമ്മളെ CNGയിൽ ഒരു 35 കിലോമീറ്റർ ഓടിയുണ്ട്. ബി നമുക്ക് 0 ആക്കാം, ബി 72. ഓക്കെ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ പോയി. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ടേ നേരെ എവിടെയൊക്കെ ആയിട്ട് പോവാം. നമ്മൾ ഊബറിന് ചെറിയൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാപ്പിഡോയിൽ അപ്ഡേഷൻ ഒന്നും ഇല്ല. ഊബറിൽ വെറുതെ നോക്കിയതാ, അപ്പോൾ ഒരു അപ്ഡേഷൻ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്, ഉച്ചക്കുള്ള വണ്ടിയിലുണ്ട്. പിന്നെ ബാക്കിലൊരു ഹെൽമെറ്റും ഒരു മൊബൈൽ ഗ്ലാസ്സും ഉണ്ട്, ഒട്ടിക്കാല്ലത്. അത് ഡിക്കിക്ക് വെക്കണം. മൊബൈൽ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്ത് വെക്കണം, ഹെൽമെറ്റ് ബാക്കിലും വെക്കണം. അത് നമ്മളെ ഫ്രണ്ടിൻ്റെ ആണ്, അവൻ്റെ ബൈക്കിൻ്റെ കീ ആണിത്. ഇന്നലത്തെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ആലുവക്കാണ്. കറക്റ്റ് നമ്മളെ വള്ളത്തോൾ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. ആനിയാണ്, ആനി. ആലുവ തൃക്കാക്കര ടോപ്പ് റോഡോ അതേതാ റോഡാവോ? ഇവിടുന്ന് 1.8 കിലോമീറ്റർ ഉണ്ട്. ഓ, നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് സുഖമായിരുന്നു കയറി പോവാൻ. നമുക്ക് ഇതിലൊരു ഇടവഴി ഉണ്ട്, നമുക്ക് അതിലങ്ങ് ചുറ്റി പോവാം. അല്ല വേണ്ട, ഇതിൽ തന്നെ പോവാം, മെയിൻ റോഡ് വഴി തന്നെ പോവാം. അതൊരു ചെറിയ റോഡാണ്, അഥവാങ്ങാനും വേറെ വണ്ടി ബ്ലോക്ക് ആയിക്കിട്ട പണിയാവും. ഇതാട്ടോ ആ ചെറിയ റോഡ് പറഞ്ഞില്ലേ ഞാൻ. ഇവിടെ ഒരു ചിറ്റിലപ്പള്ളി സ്ക്വയറൊക്കെ ഉണ്ട്. പിന്നെ ആ റോഡാണ് ആ ചെറിയ റോഡ്. ഇപ്പം നമുക്ക് വേണ്ട, ഇവിടുന്ന് വെറും 600 മീറ്ററുള്ളൂ, 650 മീറ്ററുള്ളൂ. ഇതായിരുന്നു സുഖം. പിന്നെ കുഴപ്പമില്ല, ഒരു 500 600 500 മീറ്ററാണ് എക്സ്ട്രാ ഇപ്പോൾ പോകുന്നത്. മറ്റേ ചെറിയ വഴിയാണ്, വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പണിയാവും. അപ്പോൾ ആനീനെ പോയി പിക്ക് ചെയ്യട്ടെ. ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ട്രിപ്പ് അടിച്ചു. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റേ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ രാവിലെ തന്നെ പോസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്ത് രാവിലെ ഇറങ്ങണ വെറുതെയാണ്. ഇങ്ങനെ രാവിലെ ഏതെങ്കിലും ട്രിപ്പ് കിട്ടി എവിടേക്കൊക്കെ ഒന്ന് പോയാൽ തന്നെ ഒരു സമാധാനമാണ് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചാൽ. അപ്പോൾ ആനീനെ പിക്ക് ചെയ്യാനുള്ള സ്ഥലത്താണ് അതിൻ്റെ 300 മീറ്ററും കൂടി ഉള്ളൂ. നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 50 മീറ്ററും കൂടി ഉള്ളൂ. ഒന്നല്ലെങ്കിൽ അവിടെ കാണുന്ന ഗേറ്റ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മതിലിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ എൻട്രി. പക്ഷെങ്കിൽ ഇവിടെ ഞാൻ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഊബർ ഇങ്ങനെ ലൊക്കേഷൻ കാണിക്കലുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കസ്റ്റമർ അവിടെ ഉണ്ട് കേട്ടോ, ആ ഗേറ്റ് തന്നെയാണ്. അവിടെ ആള് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വീട്. ഇതുണ്ടോ, ഒരു പന, വാഴൻ്റെ ഇല പോലുള്ളൊരു പന. ഇവിടെ ഒരു ഇന്നോവ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആളിപ്പോൾ വരുന്നതാണ്. അപ്പോൾ പിൻ നമ്പർ പറഞ്ഞു നിൽക്കാം 5163. അപ്പോൾ 3 ഞാൻ അടിച്ചിട്ടില്ല. 3 അവിടെ കിടക്കട്ടെ. എന്താ വെച്ചാൽ ആൾ ചിലപ്പോൾ വെയിറ്റിംഗ് കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടൂല, വെയിറ്റിങ്ങിൻ്റെ പേയ്മെൻറ്റ് കിട്ടൂല. അപ്പോൾ ഇനി ഒരു 3 അല്ലേ, അത് മറക്കണ്ടല്ലോ. ഇനിയിപ്പോൾ മറന്നാലും കുഴപ്പമൊന്നുമില്ല, അവർ കയറുമ്പോൾ ഒന്നുകൂടി ചോദിച്ചാൽ മതി. അപ്പോൾ 3 അവിടെ കിടക്കട്ടെ, അവർ കയറാൻ നേരത്തെ അടിക്കാം. ഇനി അഥവാ വല്ല കൂടുതൽ സമയം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുമല്ലോ. വലിയ പേയ്മെൻ്റ് ഒന്നും കിട്ടൂല, 7-8 റുപ്യക്ക് കിട്ടുള്ളൂ. എന്നാലും ഒരു ചായ പൈസ ആവുമല്ലോ, എന്തിനാ നമ്മൾ കളയണേ. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വെച്ചോക്കെ. ഞാൻ ആ ചേച്ചിയാണ് കയറുന്നില്ല. അപ്പോൾ ഒരാൾ വരാണ്ട് ഇത്രേ, ചേച്ചി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പം ഇവിടെ കിടക്കട്ടെ, ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒക്കെ ബാക്കൊക്കെ മാറ്റാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചി വീണ്ടും വന്നണ്ടേ വണ്ടി ഓഫ് ചെയ്തോളൂ, ഒരു 3 മിനിറ്റ് ആവും. എന്താ പോലെയൊക്കെ വർത്താനാ. അപ്പോൾ നമ്മൾ OTP അടിക്കാത്തത് നന്നായി. ഇനി അവിടെ ആ 3-ൽ അങ്ങനെ കിടക്കട്ടെ, 3 വന്നിട്ട് അടിക്കാം. രാവിലെ തന്നെ ഇങ്ങനെ വന്നിട്ട് പറയാ വണ്ടി ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഒരു 3 മിനിറ്റ് ആവും. 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 6 മിനിറ്റ് ആവും. ഇപ്പൊ ഏതായാലും വരട്ടെ. ഞാൻ പറഞ്ഞിട്ട് കുട്ടിയാണ്ട് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ച്, ഈ ചേച്ചിയാണ് കയറണേന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ബാക്കൊക്കെ വെക്കാം ഈ സമയം കൊണ്ട്. ഇനി അടുത്ത സമയം ചിലപ്പോൾ ചെല്ലുമ്പോൾ തന്നെ വേറെ ട്രിപ്പ് അടിച്ചാൽ, ഇത് വല്ല റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. അപ്പൊ ഇപ്പൊ ഫ്രണ്ടിലും ആൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് വെക്കല് നടക്കൂല.
ഏതായാലും ഇപ്പോൾ ഇവിടെ സമയമുണ്ട്, അപ്പോൾ അത് മാറ്റിയൊക്കെ ഡിക്കിക്ക് വെക്കട്ടെ. ഫുഡും ഉണ്ട്, നമ്മളെ ഹെൽമെറ്റും ഉണ്ട്. ഇതാണ്ടോ ഊബറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 5.37 ക്യാൻസലേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞാണ്ട്. ഇപ്പോൾ ക്യാൻസൽ ചെയ്താൽ ചിലപ്പോൾ പൈസ ഇട്ടുമായിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി 3 പാട് അടിക്കാണ്ട്. ഇത് അടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വരൂലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൽ 5 രൂപ എന്തോ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 8 റുപ്യ 10 റുപ്യ എന്തായാലും കയറി ഉണ്ടാവുമായിരിക്കും, എക്സ്ട്രാ ആവും. നോക്കി നോക്കാം. ഇവരിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇവർ പിന്നെ ഇതിനത് ബുക്ക് ചെയ്യണം അല്ലേ? ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എല്ലാവരും ബുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവർ റിസർവേഷൻ ട്രിപ്പ് ബുക്ക് ചെയ്ത പോലെ ആയി. ഇവിടെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എടുക്കണ പോലെ. പിന്നെ ഇവർക്ക് അറിയില്ല ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്താൽ വണ്ടി ഇപ്പോൾ വരുമെന്ന്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ കരുതി ചേച്ചി അവിടെ റെഡിയായി നമ്മൾ വിളിച്ചപ്പോൾ ഞാൻ കരുതി കറക്റ്റ് ആയിരിക്കും വന്നേക്ക് കയറുക. അങ്ങനെയാണ് ഊബർ ബുക്ക് ചെയ്താൽ. മറ്റേത് ഇപ്പം നമ്മൾ ചെയ്യണത് റിസർവേഷൻ്റെ പോലെ, എന്നാൽ റിസർവേഷൻ്റെ പൈസയും കിട്ടൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വെയിറ്റിംഗ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എത്ര സമയം എടുക്കുന്നാവേ. അത് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ആ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്ഥിരം നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയത് 289 രൂപയെ. അപ്പോൾ അതിന് വെയിറ്റിംഗ് നമുക്ക് എത്ര 10 റുപ്യ 8 റുപ്യ എത്ര വെച്ച് കിട്ടിയിട്ടുണ്ട്. 12.97 കിലോമീറ്റർ ഓടി, 13 കിലോമീറ്റർ, 19 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ബ്ലോക്കൊന്നും ഇല്ല. വെയിറ്റിംഗ് ലിസ്റ്റ് കാണുന്നില്ലല്ലോ. അതാ വെയിറ്റ് ടൈം മറ്റേ പിക്കപ്പ് 13 റുപ്യ കിട്ടിയിട്ടുണ്ട് കേട്ടോ വെയിറ്റിങ്ങിന്. അപ്പോൾ 13 രൂപ കിട്ടിയിട്ടുണ്ട്. ടോട്ടല് നമ്മളെ ഏണിങ്സ് 289 പൈസ കിട്ടിയിട്ടുണ്ട്. 13 കിലോമീറ്ററിന് 19 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മളവിടെ തന്നെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ആളെ. കാരണം 10 മിനിറ്റ് ഊബറിൻ്റെ തന്നെ ഫ്രീ ടൈം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് വരുള്ളൂ, വെയിറ്റിംഗ് ചാർജ്. അപ്പോൾ എന്തായാലും ഏകദേശം ഈ പോരുന്ന സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതായാലും 289 കുഴപ്പമില്ലാത്ത റേറ്റാണ് 13 കിലോമീറ്ററിന്. അപ്പോൾ നമ്മളെ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കണം. അവിടേക്കൊന്ന് നടന്നു നോക്കട്ടെ, അല്ല ചായക്കട ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാനേ അവിടുന്ന് പോന്നു കേട്ടോ, കാരണം അവിടെ അടുത്ത് ചായക്കടകളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് റോഡുണ്ട്. ആ റോട്ടിൽ വണ്ടി കയറ്റിട്ടാളാവുക. അവിടെ വണ്ടി ടാക്സികൾ ഉണ്ടാവലുണ്ട്, പാർക്ക് ചെയ്തിടലുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ കൊണ്ടിട്ടാൽ ഇപ്പോൾ 7:45 സമയം. നാട്ടിൽ നിന്ന് വരുന്ന ടീമുകളെ കുറേ കിട്ടും, ചിലപ്പോൾ ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ട്രിപ്പ് കിട്ടും. ഇന്ന് ചിലപ്പോൾ ഒന്നും കൂടി ഒരു പ്രയോറിറ്റി ഉണ്ടാവും. കാരണം ഇന്നലെ ഹർത്താലൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ നാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നേരെ ഓഫീസിലേക്ക് വരുന്ന സമയം നോക്കിയിട്ടേക്കാരം വരിക. അപ്പോൾ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറേ ചായക്കടകളുണ്ട്, അവിടുന്ന് ചായ കുടിക്കാം. 7:45 അതിൻ്റെ സമയം. മറ്റോടത്ത് നിന്നാലേ ചിലപ്പോൾ ആ നിർത്തി അങ്ങനെ നിൽക്കും, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. നമ്മളിനി എന്തായാലും അങ്ങനത്തെ വെയിറ്റിംഗ് ഒക്കെ നിർത്തി ഒരു 20 മിനിറ്റും അരമണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് അവിടുന്ന് വേറെ എവിടേക്കായാലും മാറ്റാം. കുറച്ച് CNG പോയാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രിപ്പ് അടിക്കൂല. അപ്പോൾ നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാം. ഈ റോട്ടുമ്പോൾ കണ്ടോ, ഇവിടെയാണ് കൂടുതൽ വണ്ടികൾ. ഇവിടെ ഒരു വാഗനർ ഉണ്ട്, അവിടെ 3 വാഗനർ ഇതും പാടെ കൂടി. പിന്നെ ബാക്കിൽ വരിക്ക് നിർത്തിയിട്ടിരിക്കണോ. ഈ വാഗനറിൻ്റെ വീൽ കപ്പൊക്കെയാണ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മളെ സെയിം വീൽ കപ്പാണ്. പക്ഷേങ്കിൽ ഈ വണ്ടി അല്ല കേട്ടോ നമ്മളവിടെ ഉള്ളത്. അത് വൈറ്റ് കളറാണ്, ഇതൊരു ഗ്രേ കളറാണ്. ഇപ്പോൾ വീൽ കപ്പ് ഇപ്പോൾ 4ാമത്തെ കാണുന്നു. ഇപ്പോൾ ടാക്സിമ കേട്ടോ, അല്ലാത്ത വണ്ടിമേ കണ്ടിട്ടുണ്ട്. ഒരു ഡിസേർമിയും കണ്ടിട്ടുണ്ട്, ഒരു വാഗനറും. ഇപ്പോൾ 2 വാഗനറായി, നമ്മളതും കൂട്ടി 3 വാഗനറായി. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെയാണ് വണ്ടികൾ നിർത്തൽ, ടാക്സി വണ്ടികൾ. തൊട്ടപ്പുറത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു വളവുണ്ട്, ആ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി ഇട്ടീന് ആദ്യമൊക്കെ ഞാൻ. പിന്നെ എന്താ അവിടെ ഇപ്പോൾ നോ പാർക്കിങ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫൈൻ ഇങ്ങനെ ഇടും. ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ഒക്കെ 99 ഉണ്ട്. ടോട്ടൽ 3749 ട്രിപ്പ് എടുത്ത്. സ്റ്റാർ റേറ്റിങ്ങും 4.99, ക്യാൻസലേഷൻ 1. അപ്പോൾ ഇനി പോയി ചാടിക്കട്ടെ. അങ്ങനെ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ. ഞാനൊരു കാലിച്ചായ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് ചില്ലറകളൊക്കെ പൊറുക്കി കൊണ്ടുപോയി. കാരണം ഈ വണ്ടിയിൽ ചില്ലറകൾ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഹമ്പൊക്കെ ചാടുമ്പോൾ ആകെ കിലിക്കേക്കരം. അപ്പോൾ അത് കാലിച്ചായും കുടിക്കരുത് പോയതാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കനത്തിലായിക്കോട്ടെ എഴുതിയിട്ടേ ഒരു 3 ഇടിയപ്പവും ഗ്രീൻ പീസും ചായയും കുടിച്ച് 89 റുപ്യായി. അപ്പോൾ നമ്മളെ 289 ഏണിങ്സിൽ 289 പോയി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടോ. കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ടിലൊരു വാഗനർ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സമയമായി, 8:56 സമയം. ഒരു സുനിൽ അടിച്ചിട്ടുണ്ട്, എടപ്പള്ളിക്കാണ്. 250 എത്ര ഉണ്ട് ഫെയർ. ഞാൻ ഇപ്പോൾ വണ്ടി പൊടിഞ്ഞെടുത്തൊന്ന് മാറ്റാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ട്രിപ്പ് അടിച്ചു. ഇതാട്ടോ നമ്മളെ സാറ് കസ്റ്റമർ ഉണ്ടായിരുന്നത് ഈ ഓഫീസിൽ. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ പൈപ്പിലെ റോട്ടിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ 309.74 ഫെയർ ഉണ്ടായിരുന്നു. 310 350 ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ച്. എന്ത് കുഴപ്പം അല്ലേ. അങ്ങനെ അപ്പോൾ 40 രൂപ 41 രൂപ ടിപ്പായി കിട്ടിയിട്ടുണ്ട്.
309.74 ഒരു 40 രൂപ ടിപ്പായി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ രണ്ടാമത്തെ ട്രിപ്പിൽ. അപ്പൊ അടുത്തൊരു 150 റുപ്യയുടെ 160 ഏതോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോട്ടുമ്പോൾ തന്നെയാണ്, പൈപ്പിലെ റോട്ടുമ്പോൾ തന്നെയാണ്. 900 മീറ്റർ ഉണ്ട്. നമ്മൾ അതിന് ശേഷം വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. നടന്നു പോണതാണ് ആള്. നമ്മളെ ഇവിടുത്തെ ട്രഷറാണ്, ജില്ലാ കോടതിൻ്റെ അവിടെ, മറൈൻ ഡ്രൈവിൻ്റെ സുഭാഷ് പാർക്കിൻ്റെ അവിടെ. അപ്പൊ നമുക്ക് മറ്റേത് ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂക്ക് ഒരു ലേഡിന്റെ ഒരു ആണും ഉണ്ടായിരുന്നു. പോത്തീസിന്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 4.13 കിലോമീറ്റർ ഓടും. 134 രൂപക്ക് 5 കിലോമീറ്റർ വെച്ച് കൂട്ടുമ്പോഴും 26 എത്ര രൂപ ഉണ്ട്. 167 ക്യാഷ് കളക്ട്. അപ്പൊ 170 ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നോട് ആള് പറഞ്ഞു, ആളെ നമ്പർ എന്നിട്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ട്, ഞാൻ വിളിക്കാനിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, കോടതിൻ്റെ പരിസരമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും പോലീസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഫൈൻ ഇട്ട് തരാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 മിനിറ്റിൽ റിട്ടേൺ ട്രിപ്പ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെ എവിടെയും കുറച്ച് വെയിറ്റ് ചെയ്യാം. ഊബർ ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ട് വിളിക്കും. നമുക്ക് അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് കുറച്ച് അപ്പുറം പോയാൽ ഇവിടെ റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൻ്റെ അപ്പുറം പോയാൽ പാർക്ക് ചെയ്യാം. അവിടെ നോ പാർക്കിംഗ് തന്നെയാണ്, എന്നാലും ചില ഗ്യാപ്പുകളുണ്ട്. അവിടെ ഇങ്ങനെ വണ്ടികൾ നിർത്തിയിടുന്ന ഒരു സ്പോട്ടാണ്. അവിടെ പോയിരിക്കാം നമുക്ക്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഈ ഡിസൈറിൻ്റെ ബാക്കിലാണ് ഇടാം. നമ്മളെ കണ്ടോ, അത് നല്ല വീതിയുള്ള റോഡാണ്. ഇതിലെ വല്ലാണ്ട് വണ്ടികൾ ഉണ്ടാവില്ല ഈ ഭാഗത്തേക്ക്. ഇപ്പോൾ ഈ ബസ് വരുന്ന റൂട്ടിൽ കുറച്ചധികം വണ്ടികൾ വരും. കാരണം ആ പള്ളിമുക്കിൽ നിന്ന് കയറി വരുന്ന വണ്ടികളൊക്കെ ഇതിലേ കയറി വരിക. അങ്ങോട്ട് കുറവാണ് വണ്ടികൾ. പക്ഷെ ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ ഫോട്ടോ വെച്ച് അതേപോലെ ഈ തേവര ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റൊരുത്തൂർ പോകുമ്പോൾ ഇവിടുന്ന് ബാക്കിലെ റൗണ്ട് ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന അവിടുന്ന് ലെഫ്റ്റാണ് സാധാരണ എല്ലാവരും പോവല്. പക്ഷെ അവിടെ പോയാൽ 2-3 സിഗ്നൽ നമുക്ക് കിട്ടും. ഇപ്പം ഈ KSRTC വന്നതുണ്ടല്ലോ നമ്മളെ ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കറക്റ്റ് അവിടെ നമ്മളെ ആ തേവര എത്തിപ്പെടും. കറക്റ്റ് ആ തേവര ജംഗ്ഷൻ്റെ അവിടെ എത്തും. കാരണം പള്ളിമുക്കിൻ്റെ സിഗ്നലും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സിഗ്നലും കിട്ടൂല, പള്ളിമുക്ക് സിഗ്നലും കിട്ടൂല. ബ്ലോക്കിലൊന്നും പെടേണ്ട ആവശ്യമില്ല. ഇതിലങ്ങനെ ഒരു വഴിയുണ്ട്. പക്ഷെ ഇതിലങ്ങോട്ട് വണ്ടികൾ കുറവാണ്. ഇതിലെ ആർക്കും അറിയാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, മാപ്പ് കാട്ടി തരില്ല നമുക്ക്. ഊബറിൽ അവിടേക്ക് ആ ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ച് പോകുമ്പോൾ മാപ്പിൽ ഈ വഴി കാണിക്കൂല. നമ്മൾ പോകണം. ഈ വഴി കാണിക്കും. ഇവിടുന്ന് ലെഫ്റ്റ് നേരെ പള്ളിമുക്ക് സിഗ്നലിൻ്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ടാണ് കാണിക്കുക. അതും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വേറെ കട്ടിങ് ഉണ്ട്. അത് ആ കട്ടിങ് തിരിഞ്ഞു കഴിഞ്ഞാലേ മാപ്പ് അങ്ങോട്ട് മാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അബ്ദുൽ റാഹിം പെയ്ഡ് ആണ് പേയ്മെൻറ്റ് ചെയ്താട്ടോ. 150 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അല്ല 10 അല്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്തായാലും ട്രിപ്പ് കിട്ടാക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യണമല്ലോ. ആള് വിളിച്ചിട്ടോ, അപ്പം തന്നെ വിളിച്ചു. ആകെ 2 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ വണ്ടി വന്ന് നിർത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പറഞ്ഞാണ്ട്. അപ്പോൾ 4 കിലോമീറ്റർ 150 രൂപ ലാഭം. പോയി പിക്ക് ചെയ്യണ്ടേ. ഇതാട്ടോ നമ്മളെ കസ്റ്റമർ. ആളിവിടെ എന്തോ തേക്കാൻ കൊടുത്തിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ അതിൽക്കൂടെ ഒരു ഷോർട്ട് കട്ട് പിടിച്ച്. അപ്പോഴാണ് ആൾ പറഞ്ഞപ്പോൾ സാധനം കൊടുത്തിക്കണം ഇങ്ങോട്ടൊന്ന് പോകുന്നാലോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു 300 മീറ്റർ പോന്നിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് 150 രൂപ കിട്ടണമെങ്കിൽ നമുക്ക് ലാഭമാണ്. 36 റുപ്യ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ അഥവാ കൂട്ടിത്തരുന്നാലോ. ഞാൻ 150 പറയണമെന്ന് വിചാരിച്ചിന്. ഇനി വേണ്ട, ഇനി 150 തന്നെ വരാം. ചിലപ്പോൾ അതിലും ചിലപ്പോൾ ആൾ കൂട്ടിത്തരുമായിരിക്കും. നല്ലൊരാളാണ്. ഇനി കൂട്ടി തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആള് വരുന്നുണ്ട്. ആളിറങ്ങിട്ടോ. ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആള് 180 ഇട്ടുണ്ട്. എത്ര ഇടേണ്ട ചോദിച്ചു. ഞാൻ പറഞ്ഞു അതന്നെ ഇട്ടാൽ മതിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ ഒരു 10 കൂട്ടിയിടുന്നുണ്ട്. നമ്മൾ വേറെ സ്ഥലം പാടെ പോയില്ലായിരുന്നു. ഇതൊക്കെയാണ് കസ്റ്റമർ. ഇങ്ങനെ കിട്ടണം കസ്റ്റമർ. നമുക്ക് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 150 റുപ്യ പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ഊബറിൻ്റെ അണ്ടറിലല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്നിട്ട് ആൾ 10 റുപ്യ കൂട്ടി തന്നെ. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സുഖം. ചിലവരുണ്ട് 1 റുപ്യ 2 റുപ്യ ആണെങ്കിലും വാങ്ങാൻ നിൽക്കണവര്. വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ പറയില്ലല്ലേ ഗൂഗിൾ പേയിൽ ആ പോയിന്റ് ഇട്ടിട്ട് അത് ചെയ്യാത്തവരുണ്ട്. അതാണ് നമുക്ക് നഷ്ടം. 1 റുപ്യ ഉള്ള കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു 10 റുപ്യ എടുത്താൽ 10 റുപ്യ ആയില്ലേ, രണ്ടും ചായ പൈസയായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാപ്പും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയൊക്കെ ഇടാം. നമുക്ക് റൈറ്റ് പോയാൽ മതിയായിരുന്നു. ഇത് നമ്മളെ ആസാദ് റോഡാണ്. നേരെ ദേശാഭിമാനി ജംഗ്ഷനിലേക്ക് പോണേ. അപ്പോൾ ഇവിടുന്ന് ഇനി വല്ല ട്രിപ്പ് അടിക്കുമോ എന്നറിയില്ല. ട്രിപ്പ് അടിക്കും, വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അത് ചെറിയ റോഡാണ്. ഏകദേശം 1 കിലോമീറ്ററോളം പോന്നിട്ടേ ഇവിടെ ഒരു കടൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 400 മീറ്റർ ആട്ടോ പിക്കപ്പ്. 3 കിലോമീറ്റർ 113 രൂപ. ഞാൻ ഊബർ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ടീ ബ്രേക്കിൽ ഇട്ടുകയായിരുന്നു. ഒന്നും കൂടി നമ്മളെ ദേശാഭിമാനി ഭാഗത്തേക്ക് പോകണത്. ഇത് ബാനർജി റോഡാണ്, എടപ്പള്ളി റോഡ്.
ആ ഭാഗത്തേക്ക് കുറച്ചു പോയിട്ട് PC റോഡ് പറഞ്ഞിട്ട് റോഡിൽ നിന്നാണ് കസ്റ്റമർ ഷാഹുലോ അങ്ങനെ എന്താണ് പേര് കസ്റ്റമർ ഹഷ്നുൽ. അത് നമ്മൾ റിനേമഡ് സിറ്റിയിലേക്കായിരുന്നു പാലാരോട്ടത്തുള്ള 140 അപ്പോൾ 50 രൂപ ടിപ്പായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 50 ഇതില് 50 കൊടുത്തു, 10 ബാക്കി കൊടുക്കാൻ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ചില്ലറൻ്റെ അവിടേക്ക് പോകണുണ്ടപ്പോൾ ഇതിൽ കുറേ ചില്ലറുണ്ട്, 10 കൊടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ അത് മതിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒരു 10 രൂപ ടിപ്പ് കിട്ടി നമുക്ക് റിനേമഡ് സിറ്റിയിൽ നിന്ന് സാധാരണ ട്രിപ്പ് അടിക്കലുണ്ട് പെട്ടെന്ന്. ഇന്നിപ്പോൾ ട്രിപ്പ് അടിക്കണില്ല. യാത്രി റാപ്പിഡൊക്കെ ഓണാ. യാത്രി വീഡിയോ എടുക്കണ ഫോണിൽ ഓപ്പൺ ആക്കിയിട്ടാണ്. റാപ്പിഡോ ഊബർ അതിൽ ഓപ്പണാണ്. റാപ്പിഡോ രാവിലെ നമുക്ക് 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഊബർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പൊന്നുമില്ല. നമ്മളെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ പോവാം, നമ്മളെ സ്പോട്ടിൽ. നമ്മളിപ്പോൾ ഉള്ളത് പനമ്പള്ളിയിലാണുള്ളത്. അവിടെ സ്റ്റാർബക്സിക്ക് നമുക്ക് ചെറിയ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 1080 രൂപക്ക് ഓടിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്കിൽ ഇട്ടുക. ഒരു ദേഹം ഒക്കെ ഒരു കുഴഞ്ഞ പോലെ ഒരു ക്ഷീണം. അപ്പോൾ ഇവിടെ ഒരു അലിബാബ ഉണ്ട്, അലിബാബ കഫേ ചായക്കട. അവിടെ പോയിട്ട് ഒരു ചായ എന്തായാലും കഴിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നൊക്കെ എഴുതിന്. അത് നമ്മൾ ആലുവന്ന് കഴിച്ചല്ലോ. പിന്നെ ഇപ്പം എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഒരു പോയിട്ടൊരു ചായ അടിക്കട്ടെ. നമ്മളെ ചില്ലറകൾ എടുക്കാം. ചില്ലറ തികയില്ല. അലിബാബ ആകുമ്പോഴേ വേണ്ട 2 കടി എടുക്കാം. അപ്പോൾ പോയി ചായ അടിച്ചു തരട്ടെ. ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കലൂരിലേക്ക്. 155 റുപ്യയുടെ ട്രിപ്പാണ്. സംഗീത 2 കടി ഒരു ചായയും 93 റുപ്യായി. അവിടെ നല്ല റേറ്റ് ഉണ്ട്. ഒരു മീനിന്റെ സംഭവമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. 2 എന്തോ 2 കടി ആദ്യമായിട്ടാണ് കഴിക്കണത്. അത് അവിടുത്തെ സ്പെഷ്യലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇനി സംഗീതനെ പോയി പിക്കട്ടെ. നമ്മളിപ്പോൾ ആലുവ എത്തിയിട്ടുണ്ട്. 1:53 ആയിട്ടുണ്ട് സമയം. നമുക്ക് അതിനുശേഷം 3 ട്രിപ്പ് അടിച്ചു. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. ആലുവ നമ്മളെ സ്പോട്ടിലാട്ടോ. രാവിലെ അവിടെ വന്നിട്ട് തിരിച്ചു പോയില്ലേ, ആ സ്പോട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തണലുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാം. 1:53 ആയിട്ട് സമയം. ഊബറിൽ ഒരു 1571 രൂപയ്ക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പേഴ്സണൽ ട്രിപ്പും 150 രൂപയുടെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഊബർ ഓഫ് ചെയ്യട്ടെ. ഊബർ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. ഞാൻ ഡിക്കി ഓപ്പൺ ആക്കിയപ്പോഴാണ് നമ്മളെ കൈ കഴുകണ വെള്ളം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ കൈ കഴുകാനുണ്ട്. പിന്നെ പ്ലേറ്റ് കഴുകാൻ ഉണ്ടാവൂല, തികയില്ല. പിന്നെ നമ്മളെ കുടിവെള്ളവും കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഫില്ലാക്കാൻ മറന്ന്. അപ്പോൾ ഇവിടെ അടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട്. ആ മുസ്ലിം പള്ളിയൊക്കെ പോയിട്ട് വെള്ളം നിറക്കാം, കുടിവെള്ളം നിറക്കാം, മറ്റേ വെള്ളം നിറക്കാം. ഇനി അവിടെ ഫുഡ് കഴിക്കാൻ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെ ഓണറെ മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സപ്പിൽ. ഒരു ഫൈന് വന്നിക്കൂടെ പറഞ്ഞു 500 റുപ്യ. എന്താ ഫൈനെന്നാവോ, എവിടുത്തെ ഫൈനാന്നാവോ, ഡീറ്റെയിൽസ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാന്നാവോ. അങ്ങനെ 2 കുപ്പി വെള്ളം നിറച്ചു, കുടിവെള്ളവും നിറച്ചു, മറ്റേ വലിയ കുപ്പിയിലും നിറച്ചിട്ടുണ്ട്. ഇനി നമ്മളെ സ്പോട്ടിൽ തന്നെ പോവാം. അവിടെ ഒന്നും വണ്ടി ഇടാനൊരു ഗ്യാപ്പ് ഇല്ല, ഒരു ഓപ്പൺ ഏരിയ ആണ്. അവിടെ ഒരു ചെറിയ പ്രൈവസി ഉണ്ട് നമ്മൾ ആദ്യം നിർത്തിയതിനടുത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ പാത്രം കൈയൊക്കെ കഴുകി ക്ലിയറായി. ഇന്നത്തെ നമ്മളെ ഫുഡ് ഓംലെറ്റ് പിന്നെ ഒന്നും ഉണ്ടാവും കേട്ടോ, ഒരു മെയിനായിട്ടൊരു കൂട്ടാനായിട്ട്. പിന്നെ ഉള്ളത് മഷ്റൂമാണ്, കൂണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകി ഒക്കെ ക്ലിയറാക്കി വെച്ചു. 2:36 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇനി ഊബർ ഓണാക്കാം. 1571 രൂപ കട്ടുന്നു ഓടിയത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് 15 രൂപ ഇങ്ങോട്ട് കിട്ടാനാണ്. പിന്നെ റാപ്പിഡോയിൽ ഓടിയില്ല കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി റാപ്പിഡോയിൽ ഓടിയിട്ട്. ഇപ്പോൾ സമയത്ത് 2:37, ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ 2:50 ആകുമ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോവാം. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 2:52 ആയപ്പോൾ. പക്ഷെങ്കിൽ 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് 7 മിനിറ്റിൽ. അൽത്താഫാണ്. എവിടുക്കാന്ന് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ നോക്കിയില്ല ഡ്രോപ്പിൻ്റെ. കാരണം കുറേ ദിവസമായി നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ട്. അപ്പോൾ വേഗം എടുത്തു. 220 രൂപ എത്ര ഉണ്ട്. എറണാകുളം ഭാഗത്തേക്കായാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഊബർ അടിച്ച് പോയിക്കോളും. ഇത് എനിക്ക് തോന്നണത് നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണ് തോന്നണത്. ഈ അൽസാജ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് പാലം എത്തുന്നതിൻ്റെ അവിടെ റൈറ്റ് തിരിഞ്ഞിട്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്കൊരു വഴിയുണ്ട്. അതാണെന്നാണ് എനിക്ക് തോന്നണത്. ഈ റാപ്പിഡോയിൽ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും, പക്ഷെങ്കിൽ ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ, അപ്പോൾ അതിൻ്റെ പേര് കാണിക്കൂല. പിക്ക് ചെയ്യുമ്പോഴും ഡ്രോപ്പ് ചെയ്യുമ്പോഴും കാണിക്കൂല. ഊബറിൽ അത് കറക്റ്റായിട്ട് കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ 1 കിലോമീറ്ററും കൂടി ഉണ്ട്. ഹോസ്പിറ്റലിലേക്കല്ല കേട്ടോ, രാജഗിരി ഹോസ്പിറ്റലിലേക്കല്ല. ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഈ കയറ്റം കാരണം വലിയൊരു കയറ്റാണ്. ഇത് ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ. നമ്മൾ പെട്ടു. റോഡ് ഇവിടെ കഴിഞ്ഞു.
ഇവിടം വരെയുള്ള റോഡ്. ഇനി അവിടുന്ന് അങ്ങോട്ട് ആ വീട്ടിലുള്ളതാന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ കാണാമല്ലോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആ ഹലോ, അതാ വണ്ടി തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അറിയില്ല. ഞാന് അവിടെ ഒരു വീട് ഉണ്ടാകും തോന്നുന്നുണ്ട്. അവിടുന്ന് ഒരാളിങ്ങനെ നോക്കിക്കുന്നുണ്ട്. മറ്റേ ഞാൻ അങ്ങനെ ഹോൺ അടിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ എവിടെ കാണൂല. അപ്പൊ കണ്ടില്ല എവിടെ ചോദിക്കണേ. അപ്പൊ ഹോൺ അടിച്ചാലേ നോക്കുള്ളൂ. ഏതായാലും ഇവിടെ ഓടിക്കട്ടെ. എനിക്കൊരു ചെറിയ ഡൗട്ട്, കാരണം ഒരു വണ്ടിക്ക് കറക്റ്റ് പോരാൻ പറ്റണ റോഡായിരുന്നു. ചെറുതായിട്ട് എന്തോ വരുതിയോന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇരുമ്പനം CNG പമ്പിലുള്ളത്, കരിങ്ങാച്ചിറ. 630 രൂപക്ക് CNG അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക്. അപ്പൊ 162 കിലോമീറ്റർ കേട്ടോ പഴയതിൽ ഓടിയത്. അത് 0 ആക്കട്ടെ. നമുക്ക് ആ അൽത്താഫിന്റെ ട്രിപ്പ് അടിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചു, ഒരു ചെറിയ ട്രിപ്പ്. ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യണതിന്റെ മുമ്പേ നമുക്ക് റാപ്പിഡോയിൽ അടുത്ത ട്രിപ്പ് അടിച്ചു. അങ്ങനെ റാപ്പിഡോയിൽ നമ്മൾ 2 ട്രിപ്പ് ക്ലോസ് ചെയ്തു. ഈ ട്രിപ്പ് 288 രൂപയുടെ ട്രിപ്പായിരുന്നു, കുറച്ച് ലോങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ 508 ഉണ്ട് റാപ്പിഡോയിൽ, പിന്നെ ഊബറിലോ. അപ്പോൾ ഇനി ഇവിടുന്ന് CNG അടിച്ചു. ഇനി ഇവിടെ എയർ അടിക്കണ ആൾ ഇവിടെ ഇല്ല. നമുക്ക് എന്തായാലും ഒന്ന് അടിച്ചു നോക്കട്ടെ. CNG അടിക്കണം, ഒന്ന് ബാത്റൂമിൽ ഒന്ന് പോകാണ്ട്. അപ്പോൾ ഊബർ ഞാൻ ഓഫാക്കിക്കാണ്, ഓണാക്കിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഓണാക്കാം. സമയം 5:04 ഞാൻ റാപ്പിഡോ ഓഫ് ചെയ്തിട്ടില്ല, ഊബർ മാത്രമേ ഓഫ് ചെയ്തിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ 288 രൂപയുടെ ട്രിപ്പായിരുന്നു, 14 കിലോമീറ്റർ. അപ്പോൾ ടീ ബ്രേക്ക് ഇട്ടിട്ട് കാര്യമല്ല. അപ്പോൾ ഞാനത് ഓഫ്ലൈനാക്കി. പിന്നെ ഇവിടെ CNG അടിക്കും വേണ്ടിയിട്ട് 2 പുള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സെലേറിയോ കണ്ടോ, ഇവിടെ എയർപോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ട്. ആ ഫ്രണ്ടിലത്തെ സ്റ്റിക്കർ കാണുന്നുണ്ടോ? അപ്പോൾ എയർപോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ലെഫ്റ്റ് സൈഡത്തെ, ഈ ബാക്കത്തെ ലെഫ്റ്റ് സൈഡ് ഭയങ്കര മൊട്ടായിട്ട് പഞ്ചറായി കിടക്കണം. ബാക്കത്തെ ഈ റൈറ്റ് സൈഡത്തെ കേട്ടോ, റൈറ്റ് സൈഡത്തെ ടയർ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇട്ട് പോയിട്ടുണ്ട്. ഇന്നായതാണോ, ചിലപ്പോൾ ഇന്നലെ ഹർത്താലാണല്ലോ. അപ്പോൾ എയർപോർട്ടിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചാണ്ട് ഇന്നലെ ഓടിയതെന്നാവും, എന്താ അറിയില്ല. പഞ്ചറാവാൻ കാരണം എന്താ വെച്ചാൽ ടയർ ഭയങ്കര മുട്ടയാണ് അതിൻ്റെ ബാക്കത്തെ, ഈ റൈറ്റ് സൈഡത്തെ ടയർ. ഏതായാലും നമ്മളെ എയറൊക്കെ അടിച്ചിട്ടുണ്ട്, 38 അടിച്ചിട്ടുള്ളത്. ഇവിടെ പണിക്കാരനൊന്നുമില്ല, നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്തു. കയറിക്കണു, പീന്നെ കൂക്കിക്കണു. അപ്പം ഇനി ഏതായാലും ഇവിടെ നിന്ന് മാറിക്കട്ടെ. ഇവിടെ കാറ്റടിക്കാനും CNG അടിക്കാനൊക്കെ വരികളാണ്. നമ്മൾ ഊബർ ഓഫ് ചെയ്തിട്ടോ. ഊബറിലിപ്പോൾ 1957 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന ട്രിപ്പ് ഉണ്ടല്ലോ, അതിന് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെ 2 ലേഡീസ് ആയിരുന്നു. നാളെ രാത്രിയിൽ നമുക്ക് തമ്മനല്ല, നമ്മളെ വെണ്ണരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 223 രൂപയാണ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ രവിപുരത്തേക്കാണ് പോകുന്നത്, ഇവിടെ സൗത്ത് പള്ളിമുക്കിലേക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ പനമ്പള്ളി നഗറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പ് യാർഡാണ് മുമ്പിൽ കാണുന്നത്. അവിടുന്ന് കുറച്ചുകൂടി പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ പനമ്പള്ളി നഗർ എത്തും. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാം. ഒരു 7-8 മണിയൊക്കെ കാണുന്ന നേരത്ത് ഇനി ഓണാക്കാം. ഇനിയിപ്പോൾ കണ്ടോ, ഇവിടെ തന്നെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ആ ജംഗ്ഷൻ ഭാഗത്തേക്കൊക്കെ, പാലാരോട്ടം കാക്കനാട് ഭാഗത്തേക്കൊക്കെ ട്രിപ്പ് അടിച്ചാലേ ഭയങ്കര ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ്. അപ്പോൾ നമ്മൾ സമയം 8:14 നമ്മളിപ്പോഴും ഇവിടെ പനമ്പള്ളി നഗറിലാണുള്ളത്. 8:14 ഇനി ബ്ലോക്ക് മാറിയിക്കണം എന്താ അറിയില്ല. നമുക്ക് ഊബർ ഓണാക്കാം. ഇനി ഏണിങ്സ് കാണണ്ട, ഇന്നലത്തെ പോലത്തെ ചോദ്യം ഇന്നും ഉണ്ടാവും. അപ്പോൾ ഇനി ഓടുണ്ടോ നോക്കട്ടെ. ഓടിയില്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കൂല കേട്ടോ. പിന്നെ ഇത് പിന്നെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഊബർ നമുക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും, കണ്ടോ, കണ്ണിൻ്റെ ചിത്രത്തിന്മേൽ നോക്കി കഴിഞ്ഞാൽ വരും. അപ്പോൾ ഇനി ഓടട്ടെ, ഓടിയിട്ട് ചോദ്യം ചോദിക്കണം. ഇനി ഒരു 4 ഓട്ടോ മണി കിട്ടണം, അപ്പോഴേ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട്. 10:57 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറായി ഓഫ്ലൈൻ ആക്കിയിട്ട്. നമ്മളെ ആഷിക്ക് ഒന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ കട ക്ലോസ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഫൈനാണിട്ടത് 500 റുപ്യ. ഇത് എവിടെ സ്ഥലം അറിയോ? നമ്മൾ രാവിലെ 2ാമത്തെ ട്രിപ്പിന് വെയിറ്റ് ചെയ്ത സ്ഥലമാണിത്, ആ ഫുട്പാത്ത്. സമയം 6 മണി. അപ്പോൾ RTO വന്നിട്ട് ഫോട്ടോ എടുത്ത് പോയതാണ്. 500 റുപ്യയുടെ ഫൈന്. ഇനി ഇതിൻ്റെ കുറച്ച് ബാക്കിൽ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഇനി അവിടെ കിടന്നിടുകയാണെങ്കിൽ. അങ്ങനെ 500 പോയി കിട്ടി. ഇന്നിപ്പോൾ നമ്മൾ കുറേ ഫൈനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു, അപ്പോൾ ഇതിന് കിട്ടി 500. ഇതാണ് നമ്മളെ ഇന്നലത്തെ ഏണിങ്സ്. ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നത് 1926 രൂപയാണ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് കമൻറ്റ് വന്നത്, 2ാമത്തെ കമൻറ്റിൽ കറക്റ്റ് ആൻസർ പറഞ്ഞത് 1900 ആണ്. അപ്പോൾ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആളെ ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആൾ റിപ്ലൈ തന്നിട്ടില്ല. പിന്നെ കുറേ ആൾക്കാർ 1900 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യും. പിന്നെ ഇന്നുകൊണ്ട് ക്വസ്റ്റ്യൻ കിട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ട്രിപ്പ് ഓടിയിട്ടുള്ളൂ.
അപ്പൊ ഇന്ന് എങ്ങനെയാ വെച്ചാല് റൂളൊന്ന് മാറ്റിയേക്കണം, 100 റുപ്യ ഒന്ന് കുറച്ച് 50 റുപ്യ ആക്കിക്കണം. പിന്നെ പറയണേല് 100 അങ്ങോട്ട് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും മാറ്റിയിട്ട് 50 ആക്കിയിട്ടുണ്ട്. പറയണേല് 50ന്റെ വ്യത്യാസം, കൂടാനും കുറയാനും. പിന്നെ നമ്മളെ ട്രോഫി സമ്മാനം 50 രൂപ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നാളെ കാണാം. അശേഖ്, ഗുഡ് നൈറ്റ്.